ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇത് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി ചോക്ലേറ്റ് ബാറാണ്. നമ്മുടെ ഡയറ്റ് ചെയ്യുന്നവർക്കും ഷുഗർ കട്ട് ചെയ്യുന്നവർക്കൊക്കെ നല്ല പറ്റിയ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ബാറാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുന്ന ചേരുവകൾ മാത്രം മതി. പോരാത്തത് ഇത് ഒട്ടും തന്നെ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കാം, കുട്ടികൾക്ക് പോലും തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കണേ. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് അരക്കപ്പ് ഓട്സ് എല്ലാവരും വീട്ടിലും കാണുമല്ലോ. അപ്പോൾ ഞാൻ ഓട്സ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റാണ് റെഡിയാക്കുന്നുള്ളത്. അതിനായിട്ട് ഇപ്പോൾ അരക്കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് മനസ്സിലാവും. ഇത് മധുരക്കിഴങ്ങാണ്. ഇത് ഞാനൊന്ന് വേവിച്ചതാണ്, വെള്ളത്തിൽ ഇട്ടിട്ട്. ഉപ്പൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. മധുരക്കിഴങ്ങെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊരു കഷ്ണം കാണിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഇനി ഇതിന് പകരം ഇതില്ലെങ്കിൽ ഇതിന് പകരം ബനാന എടുത്താലും മതി കേട്ടോ. ഏത് ബനാന വേണേലും എടുക്കാം. ഇപ്പം ഞാൻ ഇതെടുത്തേ ഉള്ളൂ. ഇത് നമുക്കൊരു 1/4 കപ്പ് പീനട്ട് അതെടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ 1/4 കപ്പ് കറുത്ത മുന്തിരി ഉണ്ടാവില്ലേ, ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഗോൾഡൻ കളറുള്ള മുന്തിരി ഉണ്ടെങ്കിലും അതെടുത്താലും മതി. ഇതാകുമ്പോൾ ഒന്നും കൂടി കാണാനും നല്ലൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് കറുത്തതിനും ഗോൾഡൻ കളറിനും. അപ്പോൾ അങ്ങനെ ഞാൻ കറുത്തതാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഫൈനായിട്ട് അരിയണ്ട. ഇപ്പോൾ ഞാൻ കടല ഉപ്പുണ്ട്, അതിൻ്റെ പേരിലൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് ആവശ്യമില്ല. അതേപോലെ തന്നെ മുന്തിരിയും ഒന്ന് കഴുകി എടുക്കണം. ചിലപ്പോൾ ഇതിൽ നല്ല മണ്ണുണ്ടാവും നമുക്ക് കാണാത്ത. അപ്പോൾ അതിൻ്റെ പേരെല്ലാം കഴുകി എടുത്താൽ നല്ലതായിരിക്കും. ഇതെല്ലാം ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. 3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഓട്സിലോട്ട് ഇതിട്ട് കൊടുക്കാം. ഒട്ടും തന്നെ ഞാൻ ഇതിലോട്ട് ഷുഗറൊന്നും ചേർക്കുന്നില്ല. നാച്ചുറലായിട്ടുള്ള ഈ മുന്തിരിയിലും ഈ സ്വീറ്റ്സ് പൊട്ടാറ്റോയിലൊക്കെ ഉള്ള മധുരം തന്നെയാണ് ഇതിലുള്ളത്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം കൂട്ടാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ അതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ കുറച്ച് ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ ബേക്ക് ചെയ്യാൻ എങ്ങനെ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്യാം, ഇല്ലെങ്കിൽ എയർ ഫ്രയർ എല്ലാ വീട്ടിലും കാണുമല്ലോ. ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എയർ ഫ്രയറിൽ ഒരു 2-3 മിനിറ്റ് അത്രയും മതി. ഈ ഓട്സ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാനിപ്പോൾ ഇത് നിരത്തി കൊടുക്കുന്നുള്ളത്. ഇത് ഞാൻ ഒരു സ്പാച്ചില വെച്ചിട്ട് സൈഡൊക്കെ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് ബേക്ക് ചെയ്തിട്ട് വരാം. ഇത് ബേക്കാകുന്ന സമയത്ത് നമുക്കൊരു സോസ് പാനിലിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുക. അതിന് മുകളിലോട്ടാക്കി ഇതേപോലത്തെ ഒരു ചില്ലി പാത്രം വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു കഷ്ണം ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്താൽ പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടും. ും നമ്മുടെ ഓട്സ് എന്തായെന്നൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. കണ്ടല്ലോ, ചോക്ലേറ്റൊക്കെ നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചോക്ലേറ്റ് ഇതിന് മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ചോക്ലേറ്റ് നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉറക്കും. അപ്പോൾ നമുക്ക് ഈ മെൽറ്റ് ആക്കിയ ഉടനെ തന്നെ ചൂടോടെ തന്നെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലായിടത്തും ചോക്ലേറ്റ് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തൊന്നും തേക്കേണ്ട, മുകൾ ഭാഗത്ത് മാത്രം തേച്ചാൽ മതി. ഇനി നമുക്ക് ഇതിനെ ഒരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് മാറ്റണം. അപ്പോഴത്തേക്കും ഈ ചോക്ലേറ്റൊക്കെ ഒന്ന് സെറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫ്രിഡ്ജിലോട്ട് മാറ്റാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കട്ട് ചെയ്യാം. ഇപ്പം ഞാൻ 4 പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ പേപ്പറിൽ നിന്ന് ഇത് എടുക്കാം. കണ്ടല്ലോ, നല്ല ഒരു എന്താ പറയുക, ഹെൽത്തി ബാർ ചോക്ലേറ്റ് നമുക്ക് കടകളിൽ നിന്നൊക്കെ കൂടുതൽ വില കൊടുത്തിട്ട് വാങ്ങാതെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. നല്ലൊരു ഹെൽത്തി ബാറാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി റെസിപ്പികൾ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ചാനലിലുണ്ട്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടു നോക്കണേ.